ഹലോ ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. കളങ്കാവൽ 15ാം ദിനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഒരു 14 ദിനത്തിലും സിനിമ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്ന കാഴ്ച കാണാൻ കഴിയുന്നു. മൂന്നാം വാരത്തിലേക്ക് കടക്കുന്ന ചിത്രത്തിന് 187ഓളം തിയേറ്ററുകളാണ് കേരളത്തിൽ ലഭിച്ചിരിക്കുന്നത്. മികച്ച ഹോൾഡ് തന്നെയാണ് കേരള ബോക്സ് ഓഫീസിൽ. GCCയിൽ റെക്കോർഡ് വെല്ലും തിയേറ്റർ ലിസ്റ്റുകളാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്ന മൂന്നാം വാരത്തിലും. ഇതിനോടകം തന്നെ 81 കോടിയാണ് സിനിമയുടെ കളക്ഷനായി വന്നിരിക്കുന്നത്. ഇന്നലത്തെ കളക്ഷൻ ഫൈനൽ ഒന്ന് നമുക്ക് നോക്കാം. ഇന്നലെ സിനിമയ്ക്ക് 561ഓളം ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടത്. 14,500ഓളം ടിക്കറ്റുകൾ സിനിമയ്ക്ക് ഇന്നലെ വിറ്റുപോയി. 13% ഒക്യുപ്പൻസിയിൽ സിനിമ നേടിയത് 23,80,000 രൂപയോളമാണ് ട്രാക്ക്ഡ് കളക്ഷൻസ്. അതായത് സിനിമ 40 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത്. മികച്ച കളക്ഷൻ എന്ന് തന്നെ പറയാം. പലരും കരുതിയിരുന്നു ഈ ഒരു സിനിമ താഴെ പോകും, കാരണം ബബ്ബബ്ബ തിയേറ്ററുകൾ അടക്കി വാഴുമെന്നുള്ളത്. പക്ഷേ ഒരു കാര്യം ഇവിടെ വെളിവാവുകയാണ്. ബബ്ബബ്ബ വന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും തിരക്ക് കൂടുന്നത് ഇപ്പോൾ കളങ്കാവലിന് തന്നെയാണ്. ക്വാളിറ്റി ആളുകൾക്ക് മനസ്സിലാകുന്നു, നല്ല സിനിമ എന്നുള്ളത് കാണാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു സിനിമയ്ക്ക് തിരക്ക് കൂടി വരുന്ന കാഴ്ച തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു. ഇങ്ങനെ ഈ ഒരു കാഴ്ച നമുക്ക് വരുന്ന ഒരു 25 ദിവസം കൂടെ മുന്നോട്ട് പോയാൽ അത് 100 കോടിയിലേക്ക് എത്തുമെന്നുള്ളത് ഉറപ്പിക്കാവുന്നതാണ്. എന്താണേലും ഡിസംബർ 31 കഴിഞ്ഞ് ജനുവരി 10 കഴിഞ്ഞിട്ട് ഈ ഒരു സിനിമ തിയേറ്റർ വിടൂ എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പിച്ചിരിക്കുകയാണ്. എന്താണേലും GCC ആണ് പ്രധാനമായും ലക്ഷ്യം വെക്കുന്ന ഒരു സെൻറ്റർ എന്ന് തന്നെ പറയാം. അതായത് 40 കോടി രൂപയോളമാണ് സിനിമയ്ക്ക് ഓവർസീസിൽ നിന്ന് ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ ഇനിയും GCCയിൽ നിന്ന് വലിയ രീതിയിലുള്ള ഒരു കളക്ഷൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു. പ്രത്യേകിച്ച് ക്രിസ്മസ് സീസൺ ടൈമിൽ അത് ഒരു പ്രതീക്ഷയായി തന്നെ മുന്നോട്ട് പോകുന്നു. കേരളത്തിൽ സ്റ്റഡി കളക്ഷനോടെ സിനിമ പോവുകയാണ്. വരുന്ന ആഴ്ചകളിലും സിനിമ ഈ പറഞ്ഞ പോലെ 35-50 ലക്ഷം രൂപയ്ക്കിടയിൽ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ഗംഭീരമാകും. ഇന്നത്തോടെ സിനിമ 81 കോടിയും കടന്ന് മുന്നോട്ട് പോവുകയാണ്. എന്താണ് മമ്മൂട്ടി കമ്പനിയിൽ നിന്ന് അതിൻ്റെ ഒരു ഒഫീഷ്യൽ പോസ്റ്ററിന് വേണ്ടി ഏവരും കാത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. വലിയ താമസമില്ലാതെ മമ്മൂട്ടി കമ്പനി അത് പുറത്ത് വിടും എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. കേരളത്തിൽ 35 കോടി തികയ്ക്കുന്ന സിനിമ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 7 കോടി ഈ വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇന്നത്തോടെ അല്ലെങ്കിൽ നാളത്തോടെ എത്തുന്നതാണ്. എന്തായാലും മികച്ച ഒരു സിനിമ, മികച്ച രീതിയിൽ ഉള്ള പെർഫോമൻസ്, അടുത്ത നാഷണൽ അവാർഡ് ഷുവർ എന്ന് വേണമെങ്കിൽ പറയാൻ. പക്ഷേ കൊടുക്കുമോ എന്നുള്ളത് അറിയില്ല. എന്തായാലും സംസ്ഥാന അവാർഡിൽ ആരും നോട്ടം വെക്കേണ്ട, അത് മമ്മൂട്ടിക്കുള്ളതാണ്, വേറെ ആർക്കും നടക്കില്ല എന്നുള്ളത് ഉറപ്പിക്കാം. തുടർച്ചയായി വീണ്ടും സംസ്ഥാന അവാർഡിലേക്ക് മമ്മൂട്ടി എത്തുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. സ്റ്റാൻലി ലാസിനെ ഇഷ്ടമായെങ്കിൽ പറയാം.